എരുമപ്പെട്ടി പഞ്ചായത്തിലെ 19 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എരുമപ്പെട്ടി പഞ്ചായത്ത് സഹകരണ ബാങ്കിന്റെ ജപ്തി നോട്ടീസ്. പഞ്ചായത്ത് സൗജന്യമാണെന്ന് വാഗ്ദാനം ചെയ്ത് ആട്ടിൻകൂടും പശുത്തൊഴുത്തും നിർമ്മിച്ചു നൽകിയ തൊഴിലാളികൾക്കാണ് ജപ്തി ഭീഷണിയുള്ളത്. തൊഴിലാളികളുടെ പേരിൽ CPM ഭരണസമിതി തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. 2021-22 സാമ്പത്തിക വർഷത്തിലാണ് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്ത്ലാൽ പഞ്ചായത്തിലെ കർഷകരായിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കാലിത്തൊഴുത്ത്, ആട്ടിൻകൂട്, കോഴിക്കൂട് എന്നിവ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ സൗജന്യമായി പണിത് നൽകാമെന്ന് അറിയിച്ച് അപേക്ഷ ക്ഷണിച്ചത്. ആദ്യഘട്ടത്തിൽ 19 ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുകയും എടക്കര അഗ്രോ പ്രൊഡ്യൂസർ കമ്പനിയെ വെണ്ടറായി ചുമതല നൽകുകയും ചെയ്തു. പിന്നീട് ഈ ഗുണഭോക്താക്കളെ വിളിച്ച് 1 ലക്ഷം മുതൽ 1,60,000 രൂപ വരെ ഇവരുടെ പേരിൽ CPMന്റെ നേതൃത്വത്തിലുള്ള എരുമപ്പെട്ടി പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുപ്പിച്ചു. ഈ തുക പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിൽ എടക്കര സൊസൈറ്റിക്ക് കൈമാറുകയും ചെയ്തു. ഈ പണം പഞ്ചായത്ത് തിരിച്ചടയ്ക്കുമെന്നാണ് പ്രസിഡന്റ് ഗുണഭോക്താക്കളെ അറിയിച്ചിരുന്നത്. എന്നാൽ പണം ലഭിക്കാൻ കാലതാമസം നേരിട്ടപ്പോൾ പല പ്രാവശ്യം ഈ വിഷയം ഗ്രാമസഭയിൽ ഉൾപ്പെടെ ഗുണഭോക്താക്കൾ ഉന്നയിച്ചിരുന്നു. ബാങ്കിൽ നിന്ന് യാതൊരുവിധ ബാധ്യതയും ഗുണഭോക്താക്കൾക്ക് വരില്ലെന്നും തുക പഞ്ചായത്ത് ഏറ്റെടുക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചത്. എന്നാൽ 3 വർഷമായിട്ടും ബാങ്കിന് പണം നൽകാൻ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് തൊഴിലാളികളായ ഗുണഭോക്താക്കൾക്ക് ജപ്തി നോട്ടീസ് ലഭിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റിനോട് വിവരം പറഞ്ഞെങ്കിലും തനിക്കറിയില്ലെന്നും ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണിതെന്നുമാണ് പ്രസിഡന്റ് പറയുന്നത്. 6 മാസത്തിനുള്ളിൽ പൈസ കൂടിയ 8 മാസം വരെ ആവുള്ളൂ എന്ന് പറഞ്ഞ സഹകരണ സംഘത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് ഏഴക്കരക്കാരും കൂടി ഒരുമിച്ച് നിന്ന് ഞങ്ങൾക്ക് ലോണാക്കി പണി കഴിച്ച് 6 മാസം കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് അതിന്റെ പ്രതികരണം കിട്ടിയില്ല. ഇന്നലെയാണ് ഞങ്ങൾക്ക് ബാങ്ക് നോട്ടീസ് വന്നത്. 2,17,000 രൂപ ഞാൻ അടയ്ക്കണം. 15 ദിവസത്തിനകം നടപടി എടുക്കുമ്പോൾ വന്നു. അതിന് പ്രകാരം ഞങ്ങൾ പഞ്ചായത്തിൽ വന്നപ്പോൾ പ്രസിഡന്റ് പറയുന്നത് ഞങ്ങൾക്ക് മസോ അടിക്കാതെയാണ് ഈ പണി നടന്നു ഞാൻ അറിഞ്ഞിട്ടില്ല. 6 മാസമായിട്ട് ഇതിന്റെ മേൽനടപടികൾ ഞങ്ങൾക്ക് റീഫണ്ട് ഒന്നും വരാത്ത പക്ഷെ ഞങ്ങളിവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേന്ദ്ര ഫണ്ട് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഫണ്ട് വരാത്തതുകൊണ്ടല്ല, ഈ മറ്റേ മസ്റ്റർ അടിക്കാത്ത കാരണമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഞങ്ങളെല്ലാം ബാധ വന്നപ്പോ അന്നുണ്ടാകുന്ന ഉദ്യോഗസ്ഥരെ പിരിച്ചു കിട്ടുമെന്ന്. അതുണ്ടാകും ഉദ്യോഗസ്ഥരെ പിരിച്ചിട്ട് ഞങ്ങൾക്ക് ഉപകാരമില്ലല്ലോ. ഇനിയിപ്പോ ഇതിന് ഞങ്ങൾ പലിശ കൂടുതൽ അടക്കേണ്ടി വെച്ചപ്പോ അതിനെന്തെങ്കിലും ഞങ്ങൾ വഴി ഉണ്ടാക്കാന്നാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റ് ഉദ്ഘാടനം നടത്തിയ പദ്ധതിയെക്കുറിച്ച് അറിയില്ലെന്ന് പറയുന്നത് വഞ്ചനയാണെന്നും പാവപ്പെട്ട തൊഴിലാളികളെ ബലിയാടാക്കി വൻ തട്ടിപ്പാണ് പദ്ധതിയുടെ പേരിൽ നടത്തിയിട്ടുള്ളതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ആദ്യഘട്ടത്തില് 19 ഗുണഭോക്താക്കൾക്ക് 1 ലക്ഷം രൂപയും 1.5 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും ചെലവ് വരുന്ന രീതിയിൽ തൊഴുത്തും ആട്ടുകൂടും പണിതു കൊടുക്കുകയും ആ ഗുണഭോക്താക്കളെ കൊണ്ട് തന്നെ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുപ്പിച്ച് ഈ ഏജൻസിക്ക് കൈമാറുകയും ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റും ബന്ധപ്പെട്ട ആളുകളും ആ ഗുണഭോക്താക്കളെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ്. പാവപ്പെട്ട 19 ഗുണഭോക്താക്കളെ വഞ്ചിച്ച് അതിന്റെ അഴിമതി പിൻപറ്റി ഇപ്പൊ ഒന്നും അറിയില്ല എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്ത്ലാലും ബന്ധപ്പെട്ട ആളുകളും ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇതൊന്ന് യാഥാർത്ഥ്യം ആളുകൾക്ക് മുന്നിൽ ഒന്ന് പറയണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. പാവപ്പെട്ട കുടുംബങ്ങളെ ജപ്തിയിലേക്ക് തള്ളിവിട്ട പഞ്ചായത്ത് ഭരണസമിതി ഉടൻ ഇതിന് പരിഹാരം കാണണമെന്നും അല്ലാത്തപക്ഷം ഇവർക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടി ശക്തമായ സമരപരിപാടികളും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, ബ്ലോക്ക് നേതാക്കളായ NK കബീർ, PS സുനീഷ്, പഞ്ചായത്ത് മെമ്പർമാരായ MC ഐജു, റിജി ജോർജ് എന്നിവരോടൊപ്പം എത്തിയ ഗുണഭോക്താക്കൾ പഞ്ചായത്തിൽ പരാതി നൽകി. TCV ന്യൂസ്, എരുമപ്പെട്ടി.